ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആറ്റുകാൽ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. പള്ളിവാസലിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. നോക്കിക്കേ, എന്ത് നല്ല ഭംഗിയുള്ള വഴികളാണല്ലേ. രണ്ട് സൈഡിലും തേയിലക്കാടുകളാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ പോയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് അതിൻ്റേതായ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വാട്ടർഫോൾസിലാണെങ്കിലും മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വെള്ളമൊന്നും വരത്തില്ല. നമ്മൾ പോയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, ഓൾറെഡി നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ സൂക്ഷിക്കുക, കാരണം മണ്ണിടിച്ചിലിനൊക്കെ ചാൻസസ് കൂടുതലുള്ള പ്ലേസാണ് കേട്ടോ ഇത്. അവിടെ ഉള്ളവരോട് ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വേണം പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വരുന്നതിന് ചാർജോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ താഴോട്ടേക്ക് ട്രക്കിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗൈഡ് പെർ ഹെഡ് 100 റുപ്പീസ് എങ്ങാണ്ട് ചാർജ് ചെയ്യും. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അത്രയും റുപ്പീസ് എങ്ങാണ്ട് ചാർജ് ചെയ്യും, അല്ലാതെ വേറെ ചാർജോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ പോയി കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ പെരിയ കനാൽ വാട്ടർഫോൾസ് ഇല്ലേ, അതൊക്കെ ഈ തിരിച്ച് വരുന്ന വഴിക്ക് ഗ്യാപ്പ് റോഡിന് ചേർന്നുള്ള സ്ഥലത്താണ് പെരിയ കനാൽ വാട്ടർഫോൾസ് ഒക്കെ ഉള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് കേട്ടോ. ഈ പെരിയ കനാൽ വാട്ടർഫോൾസ് വരുന്നത് റോഡ് സൈഡിൽ തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്സാണ് ഇതൊക്കെ. അങ്ങനെ വരുന്നൊരു ഗ്യാപ്പ് റോഡൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ടൈമാണ്. അവിടെ ഇവിടെ ഒക്കെ മണ്ണിടിച്ചിലിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.